പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ കയറി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് താലിബാൻ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണെന്ന് താലിബാൻ വക്താവ് സബിയുള്ള മുജാഹിദ് പറഞ്ഞു. ബദഖ്ഷാൻ പ്രവിശ്യയിലെ വിമതരുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈനികരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മുജാഹിദ് വ്യക്തമാക്കി. കൂടാതെ അഫ്ഗാനിസ്ഥാന്റെ ഗ്രാമ പുനരധിവാസ വികസന മന്ത്രി അബ്ദുൾ ലത്തീഫ് മൻസൂറും പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവന നടത്തി. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും അടിമത്തം നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടില്ലെന്നും ഇപ്പോൾ പാകിസ്ഥാന്റെ അടിമത്തവും ഞങ്ങൾ അംഗീകരിക്കുകയില്ലെന്നും മൻസൂർ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരെ ആക്രമണാത്മക നടപടികൾ തുടർന്നാൽ പാകിസ്ഥാൻ ഉചിതമായ മറുപടി നൽകുമെന്ന് താലിബാൻ മന്ത്രി മൻസൂർ മുന്നറിയിപ്പ് നൽകി. റഷ്യയ്ക്കും അമേരിക്കയും നൽകിയതിന് സമാനമായ മറുപടിയിലായിരിക്കും പാകിസ്ഥാനും ലഭിക്കുക. അഫ്ഗാനിസ്ഥാനിലെ ബദാഖ്ഷൻ പ്രവിശ്യയിൽ താലിബാൻ ഭരണത്തിനെതിരെ സായുധ പ്രതിരോധം ആരംഭിച്ച സമയത്താണ് താലിബാന്റെ ഈ മുന്നറിയിപ്പ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബദാഖ്ഷൻ ഗവർണറെ താലിബാൻ നീക്കം ചെയ്തിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. TTP തീവ്രവാദികളെ ചൊല്ലി പാകിസ്ഥാനും താലിബാനും തമ്മിൽ സംഘർഷം രൂക്ഷമാണ്. ഇന്ത്യയും താലിബാൻ സർക്കാരും തമ്മിലുള്ള ബന്ധത്തെയും പാകിസ്ഥാൻ എതിർക്കുന്നു. താലിബാൻ സർക്കാർ തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനോടുള്ള ഈ വിധേയത്വം താലിബാൻ അംഗീകരിക്കുന്നില്ല. അതേസമയം താലിബാൻ വക്താവ് മുജാഹിദിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി പാകിസ്ഥാൻ സർക്കാർ ഒരു പ്രസ്താവന ഇറക്കി. താലിബാന്റെ പ്രസ്താവന പാകിസ്ഥാൻ സർക്കാർ നിരസിച്ചു. ബദഖ്ഷാനുമായി ബന്ധപ്പെട്ട കാബൂൾ വിശ്വസനീയമായ ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ലെന്നും അവർ പ്രസ്താവിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.